ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരിക്കും അഫാൻ്റെ ഉമ്മ ആദ്യമായിട്ട് 17 ദിവസത്തിന് ശേഷമാണ് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അത് ആദ്യം നമ്മുടെ 24 ചാനൽ ന്യൂസിലൂടെയാണ്. ശ്രീകണ്ഠൻ നായരാണ് പ്രതികരണം എടുക്കാനായിട്ട് പോയത്. അപ്പോൾ അവരൊരു ഈ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന പാലിയേറ്റീവ് കെയർ പോലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ പോയി നിൽക്കാനായിട്ട് വീടോ ഒന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ ഉള്ള വീട് ഇപ്പം സീൽ ചെയ്തിരിക്കുകയാണ്, തുറന്നു കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതിൽ മുമ്പ് ആ പിതാവ് പറയുകയുണ്ടായി 2 മക്കൾ വളർന്ന വീടാണ്, അവിടെ ഇനിയും പോയി താമസിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ശ്രീകണ്ഠൻ നായർ സാർ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഇപ്പോൾ എന്തായിരുന്നാലും കയറി കിടക്കാനൊരു ഇടം വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വീട് ഒരുക്കാൻ പോവാണെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിക്കുമ്പോൾ മോനോട് ചോദിക്കുകയാണ്, മോൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അവ പറയുകയാണ്, മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മോനെ ഇറക്കിത്തരണം സാറേ, എൻ്റെ ഇളയ മകൻ മരിച്ചു പോയില്ലേ, എൻ്റെ മൂത്ത മകനെയെങ്കിലും എനിക്ക് വേണം, അവൻ്റെ ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്, അവനില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചെന്നേ മരിച്ചേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അമ്മയോട് ഇത് കൃത്യമായി പറഞ്ഞ് ധരിപ്പിച്ചിട്ടില്ല എന്താണ് അവിടെ നടന്നതെന്ന്. അമ്മ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ അടിച്ചിട്ട കേസിനായിരിക്കണം മകനെ അറസ്റ്റ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണതാണ്, അവനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവനെ പുറത്തു വിടാനായിട്ട് പറയുന്നത്. പക്ഷേ ഈ ഇളയ മകനെ ഇല്ലാതാക്കിയത് ഈ മൂത്ത മകനാണ് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഇമ്മയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ കണ്ട ന്യൂസാണ്, നമുക്ക് ആ ന്യൂസിന്റെ ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കിക്കാരണം അങ്ങനെയില്ല. എന്റെ മൂത്തോ ഇളയോ മരിച്ചു, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കിത്തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യന് പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഉമ്മമാർ എന്നും ഉമ്മമാർ തന്നെയാണ്, അല്ലെങ്കിൽ അമ്മമാർ എന്നും അമ്മ തന്നെയാണ് മക്കൾക്ക് വേണ്ടി. മക്കളിനി എന്ത് തന്നെ ക്രൂരത അവരോട് ചെയ്താലും അവർക്ക് വേണ്ടി അവരെല്ലാം മറച്ചു പിടിക്കും. പക്ഷേ ഇത് ക്ഷമിക്ക് മാത്രമാണ് ഈ സംഭവം പറ്റിയിരുന്നതെങ്കിൽ ഒരിക്കലും ഇത്രയും ഒരു ക്ഷമി പറഞ്ഞ പോലെ ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞ് മകനെ തിരിച്ചിറക്കാമായിരുന്നു. പക്ഷേ ഇത് ബാക്കിയുള്ള ഒന്നും ചെയ്യാത്ത 5 ജീവനുകളാണ് പോയിരിക്കുന്നത്. അതിൽ സ്വന്തം ചോരയും കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മനസ്സിലാക്കാനായിരിക്കണം ഇവരുടെ ജീവൻ ബാക്കി ദൈവം വച്ചിരുന്നതെന്നാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാവിലെയാണ് ഈ ന്യൂസ് വന്നത്. അപ്പോൾ കുറച്ച് ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ മറ്റൊരു ന്യൂസ് വരുന്നു, ഷമി എല്ലാം സമ്മതിച്ചു പോലീസിനോട്, മകനാണ് ചെയ്തത്, മകൻ ഇങ്ങനെ ഷോള് മുറുക്കിയിട്ട് ഇടിച്ചതാണ് എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് ആരൊക്കെയോ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. കാരണം ഇനി നിന്റെ മകൻ തിരിച്ചു വരാൻ, പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ ഒരിക്കലും ഇനി അഫാൻ തിരിച്ചു വരില്ല, തിരിച്ചു കിട്ടുകയുമില്ല. കാരണം 1, 2 അല്ല 5 കേസുകളാണുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇനിയും മകനെ സപ്പോർട്ട് ചെയ്താൽ കിട്ടാവുന്ന സഹായങ്ങളെല്ലാം നഷ്ടപ്പെടും എന്ന് മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ പേരിലായിരിക്കണം ഇപ്പോൾ എല്ലാം സമ്മതിക്കേണ്ടി വന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇനി ഒരിക്കലും അവൻ തിരിച്ച് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ ആ വാപ്പ പറയുന്നത് കേട്ടതായിരുന്നു, അവനും കൂടി പോയായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ എനിക്ക് 2 മക്കളും നഷ്ടപ്പെട്ട, ഒരു മകൻ ഇങ്ങനെ ചെയ്തതും ഒരു മകൻ നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ലൈഫിൽ എല്ലാമേ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ഇപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ആ കടത്തിൻ്റെ കാര്യം പറയുന്നു, 65-35 ലക്ഷം ഉണ്ടെന്ന്. എനിക്കൊന്നും അവിടെ അദ്ദേഹത്തിന് കടം ഉണ്ടായിരുന്നു, എന്നാലും പറയുന്നു കൃത്യമായിട്ട് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു പറ്റുന്ന പൈസ. ഈ 2 മാസം കൊണ്ടാണ് അയച്ചു കൊടുക്കാൻ പറ്റാത്തതെന്ന്. അപ്പോൾ ന്യൂ ജനറേഷൻ പിള്ളേരാണ്, അവർക്ക് അവരുടേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ എവിടെന്നെങ്കിലുമൊക്കെ മറിച്ചും തിരിച്ചുമൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പം വാപ്പ ഇത് അറിയുന്നില്ലല്ലോ. അപ്പം അവർ വിചാരിക്കും ക്യാഷ് വരുമ്പോൾ നമുക്കത് റോൾ ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ക്യാൻസർ എന്നൊരു രോഗവും കൂടെ അവർക്ക് കിട്ടിയപ്പോൾ, കടന്നു വന്നപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് തന്നെ ഒരുപാട് ക്യാഷ് ചിലവുണ്ട്.
അപ്പോൾ അത് അനുഭവിക്കുന്നവർക്കേ അതറിയാവൂ. അതിന് തന്നെ ഒരുപാട് ക്യാഷ് ചിലവുണ്ട്. അപ്പം അതിന് വേണ്ടിയൊക്കെ മേടിച്ച് ഇങ്ങനെ ഒരു 2 മാസം വന്നപ്പോൾ കൊടുക്കാൻ പറ്റാതായപ്പോൾ അതിങ്ങനെ പെരുകിയതായിരിക്കാം. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഷെമി തന്നെ തന്നാലേ പറ്റുള്ളൂ, പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് മീഡിയയുടെ മുന്നിൽ ക്ലിയർ ആയിട്ട് എല്ലാം പറയുമ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.